ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കട്ട് വർക്ക് സാരീസ് തന്നെ എന്നും. ഇതൊരു ടെസറിൽ, സോഫ്റ്റ് ആയിട്ടുള്ള ടെസറിൽ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കട്ട് വർക്കിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൽ എംബ്രോയ്ഡറി വർക്കും കൂടിയുണ്ട്. പക്ഷേ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡിൽ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഹാഫായിട്ട് ആ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അതുപോലെ രണ്ട് സൈഡിലും ബോർഡറിലും വരുന്നുണ്ട്. പിന്നെ പല്ലുവിലും ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലും വരുന്നത്. ഇതിൻ്റെ തന്നെ 10 കളറുകളുണ്ട്. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ഉണ്ട്, സെൽഫായിട്ടുള്ളതുണ്ട്. അതോടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഇതൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് ഓൾ ഓവർ കാണിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഈ എംബ്രോയ്ഡറി വർക്കുകൾ ഫുള്ളായിട്ടും വരുന്നുണ്ട്, ബോഡി പാർട്ടിലും വരുന്നുണ്ട്. അതുപോലെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മുടെ ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഈ വർക്ക് വരുന്നുള്ളൂ. ഈ സൈഡിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. ഇതാണ് പല്ലു. ഇങ്ങനെയാണ് പല്ലുവിൽ ഈ ഡിസൈൻ ഓൾ ഓവർ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും കൂടെ ഈ വർക്ക് വരുന്നുണ്ട്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഈ പല്ലു ഓൾ ഓവർ ഇതിൻ്റെ ഡിസൈൻ വരിക. സെൽഫ് കട്ട് വർക്ക് വരുന്നു, അതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഒരു വൈറ്റ് ഡിസൈനിലാണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ്. ഇതതിൻ്റെ പല്ലുവും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ രണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259 ആണ്. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് ലൈറ്റായിട്ടുള്ള കേട്ടോ ഇത് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലേറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ്. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്, ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിലെ വർക്ക് വരിക. കട്ട് വർക്ക് വന്നിരിക്കുന്നു. ആ കട്ട് വർക്കിൽ തന്നെ ആ എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് പല്ലുവിൽ ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് സ്ലീവിൻ്റെ എൻഡിൽ ഈ ഡിസൈൻ വരുന്നുണ്ട്. കട്ട് വർക്കും അതേ എംബ്രോയ്ഡറി വർക്കും കൂടെ രണ്ട് സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2259 ആണ്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരിക. അതിൽ സ്കാറ്റേഡ് ആയിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്ക് 1 ലെയർ ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തും അത് ഹാഫായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഈ സൈഡിൽ നമ്മുടെ കുത്തുന്ന ഭാഗത്താണ് ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുമോ, ഇങ്ങനെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഈ കട്ട് വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട്. അത് ഈ കട്ട് വർക്ക് ഉള്ളത് കാരണം ആണ് ആ ഒരു ഇത് വരുന്നത്. അത് ചിലർക്ക് എല്ലാവർക്കും ഇല്ല കേട്ടോ, ഒരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഒന്നോടെ പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് തന്നെ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2259. ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. എല്ലാത്തിൻ്റെയും ഡിസൈനുകൾ ഒരുപോലെ തന്നെയാണ് കേട്ടോ, കളറ് മാത്രം മാറ്റമുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഓൾ ഓവർ വരിക. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗം ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്, ബോർഡർ വരുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസ്
ബ്ലൗസ് പീസ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേ ഡിസൈനും വരുന്നുണ്ട്. റേറ്റ് 2259. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. സെയിം തന്നെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. പല്ലു ഇങ്ങനെയും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ബോർഡറും വരുന്നു. എല്ലാം നല്ല കളർ ഷെയ്ഡുകളിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലുള്ള ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. റേറ്റ് 2259. 1 ലെയർ ആയിട്ടാണ് ഇതിനെ വെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് പല്ലു വരിക. രണ്ട് സൈഡിലും ആ ബോർഡർ വരുന്നു. ഇതാണ് പല്ലുവിൽ വരുന്ന ഡിസൈൻ. ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതാണ് മെറ്റീരിയൽ. കണ്ടോ, ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ രണ്ട് സൈഡിലും ഈ ഡിസൈൻ. റേറ്റ് 2259. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഓൾ ഓവർ വരിക. ഇങ്ങനെ വരുന്നു. ബോഡി പാർട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ ബോർഡർ, കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് ഒരു വൈറ്റ് ഡിസൈനാണ് വരുന്നത്. ഓൾ ഓവർ വരുന്നുണ്ട്. അത് പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടസർ മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് പല്ലുവിൽ ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2259 ആണ്. നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് പല്ലുവിൽ ഡിസൈൻ വരുന്നത്. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. അതായത് ഇതിൽ കട്ട് വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളർ ഷെയ്ഡുകളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നു, ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് പല്ലുവിൽ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ ഒരെണ്ണം ചെയ്തിരുന്നു. അത് ഇച്ചിരി ലൈറ്റ് മെറൂണും ഇത് ഇച്ചിരി ഡാർക്ക് മെറൂണും ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല ഭംഗിയായിട്ട് ഇതിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇതൊരു ബ്ലൂവിഷ് ഗ്രേ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ സെൽഫ് ഡിസൈനും സെൽഫ് എംബ്രോയ്ഡറി വർക്കും സെൽഫ് കട്ട് വർക്കുമാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. അതുപോലെ ആ കട്ട് വർക്ക് ബോർഡർ, ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതാണ് ഇതിൽ വരുന്ന ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും ആ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2835 ആണ്. ഇതും ബ്ലൂയിഷ് ഗ്രേഡ് തന്നെ ഒരു സാരിയാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റിൽ മാത്രം സ്വല്പം ഡിഫറൻസ് ഉണ്ട്. കാരണം അതിലുള്ള വർക്കുകൾക്കും ഡിഫറൻസ് ഉണ്ട്. രണ്ട് സൈഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്.
ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2245 ആണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ് വരുന്നത്. ഇത് മെറൂൺ അല്ല കേട്ടോ, ഇത് ഒണിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരും. പക്ഷേ ഒരു നല്ലൊരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. പല്ലു ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് പല്ലുവിൽ ഡിസൈൻ വരിക. ബോഡി പാർട്ടിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. ടെസറിലാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2360. ഇത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ടത് സെൽഫായിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നു. ഇതൊരു ഒണിയൻ പിങ്കിന് കോൺട്രാസ്റ്റ് ആയിട്ട് അതിന് നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു സ്കാലപ്പ് വർക്കോടെ കട്ട് വർക്കും വരുന്നു, അതുപോലെ എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ബോഡി പാർട്ടിൽ സ്കാർട്ടേഡ് ആയിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരിക. ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും ബോർഡറുമാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഉണ്ട് സൈഡിൽ ഒരു സ്കാലപ്പ് വർക്ക്. ആ സ്കാലപ്പിലാണ് ആ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2965 ആണ്. ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഈ ടെസറിൽ സ്വല്പം കൂടെ മാറ്റമുണ്ട്. വളരെ സോഫ്റ്റായിട്ട് ഒരു സിൽക്ക് ബ്ലെൻഡും കൂടെ ചെയ്ത ഒരു ടെസറാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. സൈഡിൽ ഒരു സ്കാലപ്പും കൂടെ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇത് സ്കാറ്റേർഡായിട്ട് ബോഡി പാർട്ടിൽ വരുന്നു. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തും ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ബോർഡറും വരുന്നു. ഈ ബോർഡർ ഓൾ ഓവർ ബോഡി പാർട്ടിൽ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ബോർഡർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ സ്കാലപ്പ് വർക്കും അതുപോലെ അതേൽ കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. റേറ്റ് 2965. ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. റെയർ കളേഴ്സാണ് എല്ലാം നല്ല കളറുകളാണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വരുന്നു. എല്ലാത്തിനും അതാത് കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബോഡിയുടെ കളറിൽ തന്നെ ഇതിൽ ഫ്ലവറിലും എല്ലാം ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടും ഫ്ലവേഴ്സ് വരുന്നുണ്ട്. സൈഡിൽ സ്കാലപ്പ് ചെയ്ത് കട്ട് വർക്കും കൂടിയാണ് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് ഫുൾ വർക്കായിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. റേറ്റ് 2965. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്. പീകോക്ക് ബ്ലൂ തന്നെ. കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ എല്ലാം അങ്ങനെ തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരുന്നത്. രണ്ട് സൈഡിലും ബോർഡർ, അതുപോലെ ബ്ലൂവിന് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയുള്ള ഫ്ലവേഴ്സാണ് അതിൽ എംബ്രോയ്ഡറി വർക്കായിട്ട് വന്നിരിക്കുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ബോർഡറിൽ ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് ഇങ്ങനെയാണ് വരിക. ഇത് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ സ്കാറ്റേർഡായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്.
വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. ഇതാണ് മറ്റൊരു ഷെയ്ഡിൽ ഇത് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. എല്ലാത്തിനും അതിൻ്റേതായ ആ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭംഗിയുള്ള കളറിൽ തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും ചേരുന്ന രീതിയിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. സൈഡിൽ ആ കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഓൾ ഓവർ വരിക. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഇതാണ് ഇതിൻ്റെ പല്ലു. സൈഡിൽ ഇതുണ്ട് ഒരു സ്കാലപ്പ് പോലെ കട്ട് വർക്ക് വരുന്നു. അതിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇങ്ങനെയാണ് പല്ലു ഫുള്ളായിട്ടും വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് 3 ടൈപ്പാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ച് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.